അപ്പോൾ ഇന്നത്തെ വീഡിയോ വഴുതനങ്ങ കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. സാധാരണ നമ്മൾ വഴുതനങ്ങ കൊണ്ട് ഉപ്പേരിയല്ല ഉണ്ടാക്കൽ. ഞാൻ അധികം ഉപ്പേരി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നിപ്പം എന്താണ് കറി വെക്കുക എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് വഴുതനങ്ങനെ കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഇതും കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മുറിച്ചൊക്കെ ഇട്ട് കഴുകിയൊക്കെ എടുത്തേണ്. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ഒരു ചെറിയൊരു ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചിട്ടീനി കേട്ടോ. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഉപ്പേരിക്ക് ഉണ്ടാക്കൂലേ, ഉപ്പേരി വെക്കാൻ ഉള്ളിയും പച്ചമുളകും ഇട്ട് പിന്നെ കടുക് പൊട്ടിച്ചങ്ങ് വറവിട്ട് എടുക്കലല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഒന്ന് അതൊക്കെ മുറിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ അതിലേക്കൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നല്ലോണം ചൂടാടി വന്നപ്പം കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ വെണ്ടയ്ക്കൊക്കെ പുളിമുളക് ഇടൂലേ, അതുപോലെ തന്നെ വഴുതനങ്ങ പുളിമുളകുമാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിനൊരു കറിയും ആയല്ലോ. അപ്പം എന്താണ് ഉലുവയും കടുകും ഒക്കെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല പൊട്ടി വന്നപ്പോൾ നമ്മളെ വഴുതനങ്ങ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ഇടാം കേട്ടോ. ഇന്ത്യയിൽ ഇല്ലേനു, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്നിട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി ഒന്ന് വാടി വെന്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്കൊരു ചെറിയ 2 തക്കാളിയും കൂടെ ഒന്ന് മുറിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 2 സാധനങ്ങൾക്കും അധികം വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ കറി അങ്ങോട്ട് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഒന്ന് വെള്ളം കുറ്റിച്ച് കൊടുത്ത് അത് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം വെന്ത് ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ നല്ലോണം ഒന്ന് വേവിച്ച് നല്ലോണം ഉടച്ചെടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടീൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി മുളകും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു 3 പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ചേർത്താൽ നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റി നല്ല മിക്സാക്കി അങ്ങോട്ട് എടുക്കുക. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയുള്ള പരിപാടി. കുറച്ചൊരു വല്ലാതെ ചാറുമില്ല, എന്നാൽ കുറച്ചൊരു കുറുകിയ പോലെ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന് നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഉറ്റിച്ച് കൊടുത്താൽ നമ്മളെ കറി അവിടെ റെഡി ആയിന് കേട്ടോ. ഇനി ഒരു പപ്പടം കൂടെ പൊരിച്ചാൽ ഇതാ ചോറ് വയ്ക്കാൻ ഇത് തന്നെ മതി കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.